മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് പാർട്ട് 2. മരുന്നിന് പുറമെ മൈഗ്രെയിൻ മാറാനുള്ള മാർഗങ്ങൾ. 1. നമ്മളിൽ മൈഗ്രെയിന്റെ ആക്രമണത്തിന് കാരണമാകുന്ന ചില ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളിൽ അത് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. ഈ ട്രിഗർ ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതാണ്. 2. ബി ഹൈഡ്രേറ്റഡ്, നല്ലവണ്ണം വെള്ളം കുടിക്കുക. 3. 7 മുതൽ 8 മണിക്കൂർ ഉറക്കം, അത് മസ്റ്റാണ് മൈഗ്രെയിൻ പേഷ്യൻസിൽ. 4. കോൾഡ് പാക്സ് വാങ്ങിക്കാൻ ലഭിക്കും. മൈഗ്രെയിൻ ഉള്ള സമയത്ത് അത് തലയിൽ വെച്ച് കൊടുക്കുക. 5. ക്വയറ്റ് ആയിട്ടുള്ള ഡാർക്ക് സ്പേസിൽ ഇരിക്കുക. അമിതമായ വെട്ടം ഒഴിവാക്കുക. 6. റെഗുലർലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുക. 7. ബ്രീത്തിങ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ ഇതെല്ലാം നല്ലതാണ്. 8. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യൂ. ഒരുപാട് ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറികളെല്ലാം കഴിക്കുക. ഇനി മുന്നു പറഞ്ഞ മൈഗ്രെയിൻ ഉള്ളവരിൽ അതിന്റെ ആക്രമണത്തിന് കാരണമാകുന്ന ചില ട്രിഗർ ഫാക്ടേഴ്സ്. 1. അമിതമായി വെയിൽ കൊള്ളുക. 2. ഉറക്കശൈലിയിൽ വരുന്ന വ്യത്യാസം. 3. അമിതമായ സ്ട്രെസ്. 4. ഭക്ഷണ ശൈലിയിൽ വരുന്ന വ്യത്യാസം. 5. മദ്യം, ഐസ്ക്രീം, ചോക്ലേറ്റ്, ചില ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ. 6. ഇനി സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സമയം, ആർത്തവ വിരാമ സമയങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട്. 7. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ. 8. അമിതമായ ശക്തിയായ ശബ്ദം, വെളിച്ചം, മണത്തിനോടെല്ലാം എക്സ്പോസ് ആയതിനു ശേഷം. 9. കമ്പ്യൂട്ടർ, മൊബൈലിന്റെ എല്ലാം അമിതമായ ഉപയോഗം. മേലെ പറഞ്ഞവയാണ് സാധാരണയായി കാണുന്ന കാരണങ്ങൾ. നിങ്ങളുടെ മൈഗ്രെയിന്റെ ട്രിഗർ ഫാക്ടർ ഏതെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുക. സോ മറ്റുള്ളവരുടെ അറിവിനായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സ്റ്റേ ഹെൽത്തി.